ഒരു ചരിത്ര പ്രാധാന്യമുള്ള ജനറേറ്റീവ് AI കോൺക്ലേവ് ഇന്ന് സമാപിക്കുകയാണ്. സമാപന സെഷനിൽ ഈ കോൺക്ലേവിൻ്റെ ഒരു ഡിക്ലറേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളതും ഗവൺമെൻറ്റും IBM ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് IBM സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മലും ആ ഡിക്ലറേഷൻ അവിടെ പ്രഖ്യാപിക്കും. അപ്പോൾ നിങ്ങൾ ആ ഭാഗം ഞങ്ങൾ അവിടെയാണ് പറയുന്നത്. കാരണം ഡിക്ലറേഷൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ് ഈ കോൺക്ലേവ്. അതിന് മാധ്യമങ്ങൾ നൽകിയിട്ടുള്ള വിപുലമായ പിന്തുണയ്ക്ക് ഞാൻ ആദ്യം തന്നെ പ്രത്യേകം നന്ദി പറയുകയാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ജൻ AI വിദഗ്ധർ അവരെ നമുക്ക് കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ നേട്ടമെന്നുള്ളത്. അതുവഴി ഇവിടെ വന്ന ആളുകൾ വഴി തന്നെ എല്ലായിടത്തേക്കും കേരളം റെഡിയാണ് എന്ന സന്ദേശം നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ജൻ AI ഇന്ത്യയിൽ ആദ്യത്തെ കോൺക്ലേവാണ് സംസ്ഥാനം സംഘടിപ്പിക്കുന്നത്. എന്നാൽ സ്പെസിഫിക്കായിട്ട് ജനറേറ്റീവ് AI മാത്രം അടിസ്ഥാനപ്പെടുത്തി ഇത്രയും വിപുലമായ കോൺക്ലേവ് ലോകത്തൊരിടത്തും ഇതിനു മുമ്പ് നടന്നിട്ടില്ല എന്നാണ് മിസ്റ്റർ ദിനേശ് നിർമ്മൽ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വളരെ മുൻപിൽ സഞ്ചരിക്കാനായി ഇപ്പോൾ നമുക്ക് കഴിയുന്നുണ്ട്. നല്ല പ്രതികരണം വന്നവരിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ കണ്ട ഒരു മലയാളിയാണ്, അമേരിക്കൻ സിറ്റിസനാണ്. അദ്ദേഹം വല്ലാതെ എക്സൈറ്റഡ് ആയിട്ട് ആദ്യമായിട്ട് എനിക്ക് കേരളത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം എന്നൊരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ മീറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ വിവിധ സെഷനുകളിലായിട്ട് വിദഗ്ധരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഒരു ശ്രദ്ധേയമായ കാര്യം, നമ്മുടെ ഡെലിഗേറ്റ്സിൻ്റെ ആവറേജ് ഏജ് എന്നുള്ളത് 26 വയസ്സാണെന്നുള്ളതാണ്. അത് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യമാണ്. അപ്പോൾ ആ യൂത്തിനെ നമുക്ക് നന്നായി ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. അപ്പോൾ ഭാവി കേരളത്തിൻ്റെ പ്രതീക്ഷയാണ് ഇതിനകത്ത് പ്രതിഫലിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ സംഘടിപ്പിച്ച ഹാക്കത്തോൺ, അത് സ്റ്റുഡൻസിൻ്റെയും സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഹാക്കത്തോണും രണ്ടും നല്ല പ്രതികരണമുണ്ടാക്കി. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ IBMൻ്റെ ലാബിൽ അവരുടെ ടൂൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം അതുവഴി സ്ക്രീൻ ചെയ്ത് വന്നിട്ടുള്ള അവസാന റൗണ്ടിൽ വന്നവർക്ക് ലഭിക്കുകയുണ്ടായി. നമ്മളിതിൻ്റെ മുന്നൊരുക്കങ്ങൾ, അതിൻ്റെ ഭാഗമായി ഫുൾ ടൈം ഇൻറ്റേൺഷിപ്പ് ഇപ്പോൾ സ്റ്റുഡൻസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് IBM ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ആ സേവനം വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ സ്കെയിലിംഗ് അപ്പ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി നമുക്ക് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇതൊരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അല്ല, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു അങ്ങനെ ഒരു മീറ്റായിട്ടല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ സ്ട്രെങ്ത്തും മുഴുവൻ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ, ലോകത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള സന്ദർഭം. ഇതിനകത്ത് ഇപ്പോൾ ജൻ AIനകത്ത് സ്കിൽഡായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട് എന്ന് വന്നാൽ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് വരും, കമ്പനികൾ ഇങ്ങോട്ട് വരും. അപ്പം അതിനുള്ള പരിസരമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതിൽ IBM നൽകിയിട്ടുള്ള ഈ സേവനത്തിന് ഞാൻ പ്രത്യേകം ഗവൺമെൻറ്റിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. അവരും നല്ല രീതിയിൽ തന്നെ റിക്രൂട്ട് ചെയ്ത് കൂടുതൽ ആളുകളെടുക്കാൻ ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതവർ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യങ്ങളെല്ലാം ഫൈനൽ ഡിക്ലറേഷനകത്ത് വരും. ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ ഒരു വർഷം ഞങ്ങൾ ഈ ചട്ടങ്ങൾ, നിയമങ്ങൾ, ഇതിൻ്റെ മാറ്റങ്ങൾ, പുതിയ നിയമങ്ങൾ, നിലവിലുള്ള ചട്ടങ്ങളുടെ പരിഷ്കരണം, കുറേ കൂടി സിംപ്ലിഫൈ ചെയ്യാനുള്ള ഉത്തരവുകൾ, ഇതെല്ലാം തന്നെ ഇറക്കിക്കൊണ്ടൊരു ഇക്കോസിസ്റ്റത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ ചെയ്തത്. അവരെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നമ്മൾ ഡിസ്കഷൻ നടത്തി. അതിനടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രിയൽ പോളിസി 22 പ്രയോറിറ്റി സെക്ടറുകളുടെ പോളിസി അംഗീകരിച്ചു. പിന്നെ നമ്മൾ ലാൻഡ് അലോട്ട്മെൻറ്റ് പോളിസി ഏറെക്കാലമായുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചത് മോഡിഫൈ ചെയ്തു. കിൻഫ്ര KSIDC ലാൻഡ് അലോട്ട്മെൻറ്റ് പോളിസി ഇപ്പോൾ ഈ മാസം നമ്മൾ അത് അമെൻഡ് ചെയ്യുകയാണ്. ആ പ്രഖ്യാപനം വരുന്നുണ്ട്. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് പോളിസി വന്നു, ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പോളിസി വന്നു. ഇതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കൈവശമുള്ള ഭൂമി അത് ഇൻഡസ്ട്രിയൽ പാർക്കാക്കി വികസിപ്പിക്കുന്നതിന് ഗവൺമെൻറ് വ്യവസായ വകുപ്പ് പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഓണർഷിപ്പ് പഞ്ചായത്തുകളുടെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള പുതിയ പദ്ധതി ഇപ്പോൾ അതിന് അവസാന രൂപമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലയിലും സഹകരണ വ്യവസായ പാർക്കുകൾ സഹകരണ വകുപ്പുമായി ചേർന്ന്
അതിനുള്ള സംവിധാനമായി. നമ്മുടെ എല്ലാ പോളിസികളും ഓരോ മേഖല തിരിച്ച് ചിലത് പ്രസിദ്ധപ്പെടുത്തി, ചിലത് പൈപ്പ് ലൈനിലാണ്. എന്തായാലും ഓഗസ്റ്റോടുകൂടി ആ പോളിസികളെല്ലാം വരും. അപ്പോൾ നല്ല തയ്യാറെടുപ്പുകൾ നമ്മളെല്ലാം നടത്തി കഴിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലോകത്ത് ആദ്യത്തെ എന്ന് തന്നെ പറയാവുന്ന നിലയിൽ ഈ ജെൻ AI കോൺക്ലേവ് നമ്മൾ സംഘടിപ്പിച്ചത്. അത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 24 ഇൻ്റർനാഷണൽ ആയിട്ടുള്ള റോബോട്ടിക് റൗണ്ട് ടേബിൾ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ 11 മേഖലകൾ കൂടി ഇത്തരത്തിലുള്ള റൗണ്ട് ടേബിളുകൾ സംഘടിപ്പിക്കും. 12 മേഖലകൾ, റോബോട്ടിക്സ് ഉൾപ്പെടെ 12 മേഖലകളുള്ള റൗണ്ട് ടേബിളുകൾ. നമ്മുടെ 22 പ്രയോറിറ്റി സെക്ടറുകളിൽ ചിലത് കമ്പൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ചിലതിൽ ഒറ്റ തീം ആസ്പദമാക്കിയിട്ടായിരിക്കും, ചിലതിൽ ഒന്നിലധികം തീമുകൾ ആസ്പദമാക്കിയിട്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഈ ഒരു 12 റൗണ്ട് ടേബിളുകൾ, അതിൽ ആദ്യത്തേത് ഓഗസ്റ്റ് 24 കൊച്ചിയിൽ വെച്ച് തന്നെ ഇൻ്റർനാഷണൽ റോബോട്ടിക് റൗണ്ട് ടേബിൾ. അതൊരു ഇതുപോലെ വലിയ കോൺക്ലേവ് പോലെ ആയിരിക്കും, റൗണ്ട് ടേബിൾ ആയിരിക്കും. ഒരു 50-100 ആ മേഖലയിലുള്ള ഇൻവെസ്റ്റേഴ്സ്, റിസർച്ചേഴ്സ്, സ്റ്റാർട്ടപ്പുകൾ അവരെ ഒന്നിച്ചു കൊണ്ടുവരുന്ന പ്ലാറ്റ്ഫോം. അതിനടിസ്ഥാനത്തിൽ നമ്മൾ ആ മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സയൻസ് പാർക്കിൽ പ്രത്യേകമായിട്ടുള്ള ബയോകോൺ നമ്മൾ ഡേറ്റ് ആയിട്ടുണ്ട്. അവിടെ ലൈഫ് സയൻസ് പാർക്ക് കഴിഞ്ഞ വർഷം തുടങ്ങി. അതിൽ റിസർച്ചേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഗവൺമെൻറ് ഒഫീഷ്യൽസ് എല്ലാവരും ഒത്തുചേരുന്നതാണ്. സെപ്റ്റംബർ അവസാനം തിരുവനന്തപുരത്ത് ലൈഫ് സയൻസ് പാർക്കിനോട് ചേർന്ന് തിരുവനന്തപുരം ഹയാത്തിൽ വെച്ചത് സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെയാണ് നേരത്തെ പറഞ്ഞ 12 റൗണ്ട് ടേബിളുകൾ ഓരോ വിഷയത്തിനകത്ത്. പിന്നെ നമ്മൾ 3 മേഖല ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. അതൊന്ന് ചെന്നൈ, പിന്നെ മുംബൈ, പിന്നെ ഡൽഹി. അതിൽ ചെന്നൈയിൽ ഓഗസ്റ്റ് 9 ആദ്യത്തെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കും. അത് ശരിക്കും റോഡ് ഷോ ആണ്. പിന്നെ NRIയുടെ ഭാഗത്തു നിന്ന് ആവശ്യം വന്നിട്ടുണ്ട് ചിലയിടങ്ങളിൽ അവിടെയും ഒന്ന് സംഘടിപ്പിക്കണം എന്നുള്ളത്. ഇപ്പോൾ ലോക കേരള സഭ നടക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഒരാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയും 1-2 ഇത്തരത്തിൽ റോഡ് ഷോകൾ സംഘടിപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ജൂലൈ 29 തന്നെ, അതിന് മുൻപതായിട്ട് തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി, 2-3 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അംഗീകാരം കിട്ടി തുടങ്ങി പ്രൊഡക്ഷനിലേക്ക് എത്തുന്ന ആ ഘട്ടത്തിലെത്തിയവർ, പ്രൊഡക്ഷനിലേക്ക് എത്തിയിട്ടില്ല, പക്ഷെ അവർ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 10,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള 200ഓളം ആളുകൾ നമ്മളിപ്പോൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കേരളത്തിലും പുറത്തുമുള്ള ഇപ്പോൾ 3 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 200-നടുത്ത ആളുകൾ, 5 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 200 പേർ, ടോട്ടൽ 10,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ്.